ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ചെയ്തിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഒരു ഫസ്റ്റ് വൺ ഫിഗർ തന്നിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ. നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു 2 phases ഓഫ് ഫോട്ടോസിന്തസിസ് ഏതാണെന്നും അതിൻ്റെ സൈറ്റ് ഏതാണെന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ് ഈസ് ദി ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. അതിൻ്റെ സ്ട്രക്ചർ ഡബിൾ ലെയർഡ് മെംബ്രെയിനെ കൊണ്ട് അതിനകത്ത് പിന്നെ ഫ്ലൂയിഡ് ഉണ്ട്, പേര് സ്ട്രോമ. അതിൽ ചില സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് എംബഡ് ചെയ്ത് കാണുന്നുണ്ട്. ദേ ആർ കാൾഡ് ഗ്രാന ഓർ lamella. സിംഗിൾ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് lamella ആൻഡ് ഗ്രൂപ്പ്സ് ആർ കാൾഡ് ഗ്രാന. അതിൽ തന്നെ ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന ആൻഡ് ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 2 phases of photosynthesis, light reaction and dark reaction. Light reaction takes place in grana and dark reaction takes place in stroma. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ ഓർക്കുക. നെക്സ്റ്റ് വൺ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആണ്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ് ആണ് മേജർ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ്. ക്ലോറോഫിൽസ് തന്നെ ക്ലോറോഫിൽ എ ആൻഡ് ബി ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ തന്നെ ഫോട്ടോസിന്തസിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലോറോഫിൽ എ ആണ്. ക്ലോറോഫിൽ എ മാത്രമേ ഡയറക്റ്റായിട്ട് ഫോട്ടോസിന്തസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് കോമൺലി കാൾഡ് റിയാക്ഷൻ സെൻറ്റർ. അപ്പോൾ റിയാക്ഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യനും ഉണ്ട്. റിയാക്ഷൻ സെൻറ്റേഴ്സ് 2 types ആണ് പ്ലാന്റ്സിൽ കാണുന്നത്, PS1 ആൻഡ് PS2. നമുക്കറിയാം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പറയുമ്പോഴത്തേക്ക് അവിടെ PS1 ആണ് വർക്ക് ചെയ്യുക, റിയാക്ഷൻ സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് PS1. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറേഷനിൽ ഇറ്റ്സ് ആൻ ഇൻട്രാക്ഷൻ ഓഫ് PS1 ആൻഡ് PS2. രണ്ടും ഉണ്ട്, എന്നാലും മെയിനായിട്ട് വരുന്നത് PS2 ആണ്. അപ്പോൾ PS1 ആൻഡ് PS2 രണ്ട് റിയാക്ഷൻ സെൻറ്റേഴ്സാണുള്ളത്. റിയാക്ഷൻ സെൻറ്റർ ഈസ് ദി പിഗ്മെൻറ്റ് മോളിക്യൂൾ ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. അതാണ് റിയാക്ഷൻ സെൻറ്റർ. എന്നാൽ ബാക്കിയുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ട്, അത് യൂഷ്വലി ക്ലോറോഫിൽ എ ആയിരിക്കും. ഇനി PS1 എന്ന് പറയുന്നത് P700-ഉം PS2 എന്ന് പറയുന്നത് P680-ഉം ആയിരിക്കും. അതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഓൺവേർഡാണ്. PS1 ഈസ് P700 ആൻഡ് PS2 ഈസ് P680. വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്നും 800 നാനോമീറ്റർ 700 നാനോമീറ്റർ വരെയും 680 നാനോമീറ്റർ വരെയും വേവ്ലെങ്ത്തുള്ള ലൈറ്റ് റേസിനാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ PS1 ഈസ് P700 ആൻഡ് PS2 ഈസ് P680. ബാക്കി പിഗ്മെൻറ്റ്സിനെയാണ് ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ആക്സസറി പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി തുടങ്ങിയവയും പിന്നെ കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ഉൾപ്പെടുന്ന കരോട്ടിനോയിഡ്സും ആക്സസറി പിഗ്മെൻറ്റ്സ് ആണ്. അവർ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിലെ എനർജിയെ ട്രാൻസ്ഫർ ചെയ്ത് ആർക്ക് കൊടുക്കുകയാണ്? PS1-ലേക്ക് അല്ലെങ്കിൽ റിയാക്ഷൻ സെൻറ്ററിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആക്സസറി പിഗ്മെൻറ്റ്സ് ആർ ക്ലോറോഫിൽ ബി, സി എക്സെട്ര ആൻഡ് കരോട്ടിനോയിഡ്സ് ഇൻക്ലൂഡിങ് കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. അതൊക്കെയാണ് എന്ത് പറയുന്നത്? ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അവരെന്താണ്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിലുള്ള എനർജി ട്രാൻസ്ഫർ ചെയ്ത് റിയാക്ഷൻ സെൻറ്ററിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ PS1 ആൻഡ് PS2 ആർ ദി റിയാക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് ആക്സസറി പിഗ്മെൻറ്റ്സ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി ആൻഡ് ഫൈനലി ഫോക്കസ്ഡ് ടു ദി റിയാക്ഷൻ സെൻറ്റർ. ഇനി നമുക്കറിയാം ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ ഇങ്ങനെ 2 സ്റ്റേജസാണ് ഫോട്ടോസിന്തസിനുള്ളത്. അതിൽ ലൈറ്റ് റിയാക്ഷനിൽ തന്നെ 2 സ്റ്റേജസ് ആണുള്ളത്. ലൈറ്റ് റിയാക്ഷൻ്റെ മറ്റൊരു പേര് ഫോട്ടോ കെമിക്കൽ ഫേസ് എന്ന് പറയാം. അവിടെ ഫുഡ് പ്രൊഡക്ഷൻ ഇല്ല. ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്ന എപ്പോഴും ബയോസിന്തറ്റിക് ഫേസ് ആയിട്ടുള്ള ഡാർക്ക് റിയാക്ഷനിലാണ്. അതിന് വേണ്ടുന്ന എനർജി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ 2 സ്റ്റേജസാണ് വരിക, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻസ് ആണ് ലൈറ്റ് റിയാക്ഷനിൽ വരിക. ലൈറ്റ് റിയാക്ഷനിൽ ഫോട്ടോ കെമിക്കൽ ഫേസ് ആണെന്ന് പറഞ്ഞു. ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുക? എനർജി മോളിക്യൂൾസായ ATP പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഫോർമേഷൻ ഓഫ് ATP ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഈസ് കാൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. പിന്നെ അവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈക്ലിക്കായിട്ടും നോൺ സൈക്ലിക്കായിട്ടുമായിരിക്കും. അതാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഓർക്കുക ഒരു റിയാക്ഷൻ സെൻറ്റർ മാത്രമേ ഉള്ളൂ, അത് PS1 ആണ്. അപ്പോൾ സൈക്ലിക്കിൽ ഒരു റിയാക്ഷൻ സെൻറ്റർ ഉള്ളത് PS1 P700 ആണ്. എന്നാൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ 2 റിയാക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, PS1 ആൻഡ് PS2. P700 P680 ഉണ്ടെങ്കിലും മെയിൻ റിയാക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ PS2 P680 ആണ്. സൈക്ലിക്കിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ATP മാത്രമാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, ATP മാത്രമാണ്. എന്നാൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റൊരു എനർജി മോളിക്യൂൾ ആയിട്ടുള്ള NADPH2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, NADPH2. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനുള്ള ഒരു മെയിൻ റിയാക്ഷൻ ഫോട്ടോളിസിസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്ന
ഹൈഡ്രജൻ NADP-യുമായിട്ട് ആഡ് ചെയ്യുന്നു. NADP ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന NADP-യുമായിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോഴാണ് NADPH2 എന്ന മോളിക്യൂൾ ഉണ്ടാകുക. അത് എനർജി മോളിക്യൂൾ. ഈ എനർജി മോളിക്യൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാർക്ക് റിയാക്ഷനിലാണ്. അപ്പോൾ അത് ആണ് ATP ആൻഡ് NADPH2. പിന്നെ മറ്റൊരു പ്രോസസ്സ് ഇതിൽ നടക്കുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറേഷനിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ഫോട്ടോളിസിസ് എന്ന് പറയുന്നത്. ഫോട്ടോളിസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ബൈ പ്രോഡക്റ്റായിട്ട് റിലീസ് ചെയ്യുന്നു, ഹൈഡ്രജൻ NADP-യിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് NADPH2 ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫർ. സൈക്ലിക്കിൽ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ ATP, നോൺ സൈക്ലിക്കിൽ ATP ആൻഡ് NADPH2 കൂടെ ഫോട്ടോളിസിസ് നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഏത് റിയാക്ട് സെൻറ്റർ PS1 ആണ്. അവിടെ തുടങ്ങുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് തിരിച്ച് റിയാക്ട് സെൻറ്ററിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് PS1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ. പക്ഷേ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് സൈക്ലിക്കായിട്ടല്ല ട്രാവൽ ചെയ്യുക, നോൺ സൈക്ലിക്കായിട്ടാണ്. അതിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പറയുന്നുണ്ട്, പേജ് നമ്പർ 212 212 പേജിൽ ഇസഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. ഇസഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനാണ് ഇസഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ തന്നെ 2 സ്റ്റേജസ് ആണുള്ളത്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻസ്. സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻസ് ആണ് എവിടെ നടക്കുന്നത്? ലൈറ്റ് റിയാക്ഷനിൽ നടക്കുക. ലൈറ്റ് റിയാക്ഷനിലെ റിയാക്ട് സെൻറ്റർ, സൈക്ലിക്കിലെ റിയാക്ട് സെൻറ്റർ PS1 P700, അവിടുത്തെ പ്രോഡക്റ്റ് ATP. നോൺ സൈക്ലിക്കിൽ മെയിനായിട്ട് വരുന്ന PS2 P680, എന്നാൽ 2 റിയാക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, PS1 കാണുന്നുണ്ട്. അവിടെ പ്രോഡക്റ്റ് ATP ആൻഡ് NADPH2 ആണ്. അതിൽ തന്നെ നോൺ സൈക്ലിക്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഇസഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയും. ഇസഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടാണ് അവിടെ നടക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് ആണ്. ATP ഫോർമേഷൻ നടക്കണമെന്ന് പറഞ്ഞു. ഇതിൽ എനർജി മോളിക്യൂളായിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ATP ഫോർമേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺ ഇൻ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്. റെസ്പിറേഷനിലും ഫോട്ടോസിന്തസിലും ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് നടക്കുന്ന ആ മെത്തേഡാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. അത് മെയിൻലി മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക. മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ നിന്നും FADH2 NADH2 പ്രോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നു ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക്. അവിടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അതിനെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. അപ്പോൾ തിരികെ അത് വരാൻ നോക്കുന്നു. പക്ഷേ വരാൻ കഴിയുന്ന ഒരേ ഒരു പാത്വേ എന്ന് പറയുന്നത് ഓക്സിസോമാണ്. അങ്ങനെ ഓക്സിസോമിലൂടെ തിരികെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഓക്സിസോമിൻ്റെ ഹെഡ് പീസിൽ വെച്ചിട്ട് എന്ത് നടക്കുക? ATP സിന്തസിസ് നടക്കുന്ന. ആ ATP സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. അപ്പോൾ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻസ് ദി ATP സിന്തസിസ് ഇൻ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്. അതിനെ സഹായിക്കുക. ATP സിന്തസിസ് നടക്കുന്നത് ഓക്സിസോം എന്ന ഗ്രാന്യൂൾസിൽ വെച്ചാണ്. റാക്കറ്റ് ഷേപ്ഡ് ഗ്രാന്യൂൾസ് പഠിച്ചു നമ്മൾ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറിലെ ക്രിസ്റ്റയിലൊക്കെ അറ്റാച്ച് ചെയ്ത് കാണുന്നു. അവിടെ വെച്ചാണ് ATP സിന്തസിസ് നടക്കുന്നത്. അത് അപ്പോൾ ATP സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന പ്രോസസ്സിലൂടെയാണ്. നെക്സ്റ്റ് വൺ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷൻ ഓർ C3 പാത്വേ ഓർ ബയോസിന്തറ്റിക് ഫേസ് ആണ്. അപ്പോൾ അതിൽ ഡാർക്ക് റിയാക്ഷനെ കുറിച്ച് ആദ്യം പറയുന്നത് FF ബ്ലാക്ക്മാൻ ആണെങ്കിലും അതിൽ കാർബണിൻ്റെ പാത്വേ ട്രേസ് ഔട്ട് ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന സയൻറ്റിസ്റ്റാണ്. സോ ഡാർക്ക് റിയാക്ഷൻ എന്ത് പറയാം? കാൽവിൻ സൈക്കിൾ എന്നൂടെ പറയാം. കാൽവിൻ സൈക്കിൾ എന്നൂടെ അറിയപ്പെടുന്നത് ഏതാണ്? ഡാർക്ക് റിയാക്ഷനാണ്. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ്റെ മറ്റൊരു പേര് C3 പാത്വേ ഓർ കാൽവിൻ സൈക്കിൾ എന്ന് പറയാം. പിന്നെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയാം. ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയാം. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നുണ്ട്. ഇത് നടക്കുന്നത് സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ്, സ്ട്രോമയിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഡാർക്ക് റിയാക്ഷനാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കാൽവിൻ സൈക്കിൾ. കാർബൺ പാത്വേ ട്രേസ് ഔട്ട് ചെയ്തത് കാൽവിൻ ആയതുകൊണ്ട് മെൽവിൻ കാൽവിൻ. സോ ഇറ്റ് ഈസ് കോൾഡ് കാൽവിൻ സൈക്കിൾ. ലൈറ്റിൻ്റെ ആബ്സൻസിൽ നടക്കുന്നുണ്ട് ഡാർക്ക് റിയാക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ബയോസിന്തറ്റിക് ഫേസ്. First stable product formed in dark reaction is a 3-carbon compound. So it is called C3 pathway or C3 cycle. ആ C3 പാത്വേയിൽ കാർബണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ പറയുന്നുണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് RUBP. RUBP എന്ന റുബിലോസ് ബൈഫോസ്ഫേറ്റ് ആണ് ഇവിടുത്തെ കാർബൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ RUBP ഈസ് ദി കാർബൺ അക്സെപ്റ്റർ. ഈ RUBP തന്നെയാണ് ഫോട്ടോ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ അക്സെപ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നതും RUBP തന്നെയാണ്. റുബിലോസ് ബൈഫോസ്ഫേറ്റ് ഈസ് എ 5-carbon കോമ്പൗണ്ട്. ഈ 5-carbon കോമ്പൗണ്ടാണ് എന്ത് ചെയ്യുന്നത്?
കാർബണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ അക്സെപ്റ്റർ ഇൻ പ്ലാന്റ്സ് ഈസ് REBP, റുബിലോസ് ബൈഫോസ്ഫേറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു എൻസൈം ഉണ്ട്. ദറ്റ് എൻസൈം ഈസ് കാൾഡ് റുബിസ്കോ. അപ്പോൾ റുബിസ്കോ ഈസ് ദി എൻസൈം ദറ്റ് ഹെൽപ്സ് ഇൻ കാർബോക്സിലേഷൻ. അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൾഡ് കാർബോക്സിലേഷൻ. കാർബോക്സിലേഷനിലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് REBP ആണ്. അവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് റുബിസ്കോ ആണ്. ഈ റുബിസ്കോ തന്നെയാണ് ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻസൈമായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുന്നതും REBP ആണ്. ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നതും REBP തന്നെയാണ്. അപ്പോൾ REBP ഈസ് ദി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഓക്സിജനേഷൻ ആൻഡ് കാർബോക്സിലേഷൻ രണ്ടിലും എൻസൈം റുബിസ്കോ തന്നെയാണ്. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ്റെ മറ്റ് പേരുകളാണ് പറഞ്ഞ കാൽവിൻ സൈക്കിൾ, ഡാർക്ക് റിയാക്ഷൻ, ബയോസിന്തറ്റിക് ഫേസ്, C3 പാത്വേ എന്നൊക്കെ പറയാം. ടേക്സ് പ്ലേസ് ഇൻ ദി സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. സ്ട്രോമയിലാണ് നടക്കുക. ഇനി ഈ ഡാർക്ക് റിയാക്ഷന് 3 സ്റ്റെപ്സാണുള്ളത്. 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കാർബോക്സിലേഷൻ, സെക്കൻഡ് വൺ റിഡക്ഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് റീജനറേഷൻ. അപ്പോൾ 3 സ്റ്റെപ്സാണ് ഇവിടെ വരിക. കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്സാണ് ഡാർക്ക് റിയാക്ഷനിൽ വരിക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കാർബോക്സിലേഷൻ. കാർബോക്സിലേഷൻ ഈസ് ദി അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ദി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്ററായ REBP എന്ന 5 കാർബൺ കോമ്പൗണ്ട് റുബിസ്കോ എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ 1 കാർബൺ കോമ്പൗണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആദ്യം ഉണ്ടാകുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾ അത് ഒരു 3 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. ദറ്റ് 3 കാർബൺ കോമ്പൗണ്ട് ഈസ് കാൾഡ് PGA. PGA മീൻസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പോൾ PGA ഈസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് വിച്ച് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട് ആൻഡ് ഹെൻസ് ദ നെയിം C3 പാത്വേ. ഇത് 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് C3 പാത്വേ എന്ന പേര് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക, C3 പാത്വേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് കാൾഡ് റിഡക്ഷൻ. നമ്മുടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഉണ്ടായ ഒരു പ്രോഡക്റ്റാണ് NADPH2. ഈ NADPH2 ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ 3 ഫോസ്ഫോഗ്ലിസറൈഡിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ സ്റ്റെപ്പിനാണ് റിഡക്ഷൻ എന്ന് പറയുക. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 217 217 പേജിൽ ഡാർക്ക് റിയാക്ഷൻ്റെ പിക്ചറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പിന്നെ എക്സാമിനും മോഡൽ എക്സാമിനും ക്വസ്റ്റ്യൻ നമ്പർ 23 ആയിട്ട് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് ദ നെയിം ഓഫ് 3 മേജർ ഈവൻറ്റ്സ് മാർക്ക്ഡ് ആസ് ABC. ഇങ്ങനെ 3 സ്റ്റെപ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത് കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ആണ്. കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ആണ് 3 സ്റ്റെപ്സ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം മറ്റു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഗിവൺ ഇൻ ദ ഫിഗർ. ഇതിലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് REBP ആണ്. റുബിലോസ് ബൈഫോസ്ഫേറ്റ് ഈസ് ദി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ടേം ഓർത്ത് വെക്കുക, 3 സ്റ്റെപ്പ്. ആൻഡ് ലാസ്റ്റ് വൺ റീജനറേഷൻ ഓഫ് REBP ഫോർ ദ നെക്സ്റ്റ് സൈക്കിൾ REBP ആയിട്ട് മാറുകയാണ് വീണ്ടും. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റീജനറേഷൻ ഓഫ് REBP ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡാർക്ക് റിയാക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഫിഗർ നന്നായിട്ട് നോക്കണം. 3 സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഏതാണെന്ന് ഓർക്കുക, എവിടെ നടക്കുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്ട്രോമ, ടേക്സ് പ്ലേസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. സോ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയാം. പിന്നെ ബ്ലാക്ക് മാൻ ആണ് അത് പറഞ്ഞത്, പക്ഷേ കാർബൺ പാത്വേ ട്രേസ് ഔട്ട് ചെയ്ത് മെൽവിൻ കാൽവിൻ ആയതുകൊണ്ട് കാൽവിൻ സൈക്കിൾ എന്ന് പറയാം. ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഫോംഡ് ഈസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് PGA. സോ C3 പാത്വേ എന്ന് പറയാം. ഇത്രയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫോട്ടോളിസിസിൽ ഉണ്ടായ NADPH2 ഒക്കെ ഹൈഡ്രജൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്നു. ആ സ്റ്റെപ്പാണ് റിഡക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബോക്സിലേഷൻ. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റായ PGA ഫോം ചെയ്യുന്നത് വരെയുള്ള സ്റ്റെപ്പ് കാർബോക്സിലേഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് റിഡക്ഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ റീജനറേഷൻ ഓഫ് REBP ആണ്. REBP ആയിട്ട് മാറുന്നതാണ് റീജനറേഷൻ എന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും ഉൾപ്പെട്ടതാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്കിൻ്റെ ഫിഗേഴ്സ് നോക്കണം, ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്ന് ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷന് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. അതിൽ സൈക്ലിക്കിൽ ഒരു റിയാക്ഷൻ സെൻറ്ററുള്ള PS1, നോൺ സൈക്ലിക്കിൽ 2 റിയാക്ഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട്, PS1 ആൻഡ് PS2. മെയിൻ റിയാക്ഷൻ സെൻറ്റർ PS2 തന്നെയാണ്, P680. PS1 എന്ന് പറയുന്നത് P700 ആയിരിക്കും. അപ്പോൾ ഈ 3 സ്റ്റെപ്സ് ഓഫ്
ഡാർക്ക് റിയാക്ഷൻ ഓർത്ത് വെക്കുക, കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഇതിൽ ATP സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇത് റെസ്പിറേഷനിലും ഫോട്ടോസിന്തസിലും കോമൺ ആണെന്ന് പറയാം. അപ്പോൾ ഇത് പ്രൈമറി അക്സെപ്റ്ററും ഇത്രയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ. ഇത് ഇത്രയും ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്.